കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസം ഞാൻ ഒരച്ഛനോട് സംസാരിക്കുകയായിരുന്നു. അച്ഛൻ പറഞ്ഞു, ഫാസ്റ്റിംഗ് പ്രയർ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചതുപോലെ നമ്മുടെ 24 hour ആയിരിക്കും വരാൻ. ഇല്ല, 12 മണി വരെ ഉള്ളൂ. എത്ര മണി വരെയാണ്? 10 തൊട്ട് 12 വരെ. ഞാൻ ചോദിച്ചാൽ അങ്ങനെയാണോ ഫാസ്റ്റിംഗ്? അതിന് ബ്രദറെ, അതിനൊരു വേറെ കാര്യമുണ്ട്. ഫാസ്റ്റിക്കുന്നില്ല, ഫാസ്റ്റ് പ്രയർ. എന്നോട് അച്ഛൻ ഇന്നലെ പറഞ്ഞ കാര്യമാണ്. ഫാസ്റ്റിംഗ് എന്ന് പറയാൻ പറ്റത്തില്ല, നമുക്കത് ഫാസ്റ്റ് പ്രയർ എന്ന് പറയാൻ പറ്റും. അച്ഛന് ഇപ്രകാരം ഇച്ചിരി താല്പര്യമുള്ള കൂട്ടത്തിലാണ് ഈ ഉപവാസ പ്രാർത്ഥന അദ്ദേഹത്തിൻ്റെ ഇടവകയിലൂടെ നടത്തുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം പോകുന്ന ഇടവകയിൽ അച്ഛനോട് ചോദിച്ചു, അവിടെ എങ്ങനെയുണ്ട് അച്ഛാ ഉപവാസ പ്രാർത്ഥനയൊക്കെ? ഉണ്ട്, പക്ഷെ 12 മണിയാകുമ്പോൾ തീരും. ആ വലിയ ഇടവകയിൽ 8 പേര് സ്ഥിരമായിട്ട് വരും. അതിനെക്കാട്ട് ഒരാളിനെങ്കിലും അച്ഛന് കൂട്ടാൻ പറ്റുവാണെങ്കിൽ അതൊരു വലിയ അത്ഭുതമായിരിക്കും. ഞാൻ അച്ഛനെ സമ്മതിച്ചു തരാം. ഞാൻ 3 വർഷം പരിശ്രമിച്ചതിനൊക്കെ ഒരൊറ്റ മനുഷ്യൻ പോലും കൂടിയില്ല. അപ്പോൾ ഉപവാസ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അങ്ങനെ പല പല രീതിയിലുള്ള ഉപവാസ പ്രാർത്ഥനകളാണ്. ഞാൻ ദുബായിലായിരിക്കുമ്പോൾ രാവിലെ എല്ലാവരും ഓരോ ഇതിട്ട് ഇവിടെ ഫാസ്റ്റിംഗ് പ്രയർ എവിടെ ഫാസ്റ്റിംഗ് പ്രയർ 12 മണി തൊട്ട് 2 മണി വരെ 2 മണിക്കൂർ അവിടെ വന്നു തിരിച്ചു പോകുന്നു. നമ്മളെ സംബന്ധിച്ച് ഉപവാസ പ്രാർത്ഥന എന്ന് പറയുന്നത് അങ്ങനെ ഒരു കാര്യമല്ല. ഒരു ഉപവാസം തിരുവചനത്തിൽ നാം പഠിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞത് 12 മണിക്കൂറല്ല, 24 മണിക്കൂറാണ്. 24 hours ഫാസ്റ്റിംഗ് പ്രയർ. പിന്നെ ബാക്കി ഉച്ചവരെയൊക്കെ ഉപവസിക്കുന്നത് നോമ്പും അതുപോലെയുള്ള ഭാഗ്യ ഉപവാസ പ്രാർത്ഥനകളാണ്. ബട്ട് അക്കോർഡിംഗ് ടു ദ ബൈബിൾ, എ ഫാസ്റ്റിംഗ് പ്രയർ consists of 24 hours. That's what God had said. That's the commandment of God, to fast from the 9th of the month of Tisri to the 10th of the month of Tisri. Sunset to sunset, that is 24 hours. That's a Yom Kippur fast. You see? So it's a Yom Kippur fast, or the fast where once a year the children of Israel had to come and repent for their sins. പാപപരിഹാര ദിനം എന്ന് വിളിക്കപ്പെടുന്നു. The Day of Atonement. So that was the first commanded fast in the Bible. So in principle, all fastings should be of a minimum duration of 1 day, 24 hours, because that was what God had commanded. You can increase it to any amount, but reducing it may not be advisable. ഒരു ദിവസം മുതൽ 40 ദിവസം വരെ നമുക്ക് ഉപവസിക്കാൻ പറ്റും, എത്ര ദിവസം കൂട്ടാൻ പറ്റും. പക്ഷെ അതിൽ കുറഞ്ഞതായിട്ടൊരു ഉപവാസ പ്രാർത്ഥന, അത് ഉപവാസ പ്രാർത്ഥനയായിട്ടല്ല കാണുന്നത്. അത് വാസ്തവത്തിൽ വേദപുസ്തകത്തിൽ നാം പഠിക്കുമ്പോൾ അതൊക്കെ വിലാപ ഉപവാസങ്ങളായിട്ടാണ് കാണുന്നത്. ശൗല് മരിച്ചപ്പോൾ എല്ലാവരും ഉച്ചവരെ ഉപവസിക്കും. കാബേജിലെ നിവാസികൾ ഉച്ചവരെ ഉപവസിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതൊക്കെ വിലാപ ഉപവാസ പ്രാർത്ഥനകളാണ്. എന്നാൽ ദൈവസന്നിധിയിൽ നിന്ന് അനുഗ്രഹങ്ങളും കൃപകളും പ്രാപിക്കുവാനുള്ള ഉപവാസ പ്രാർത്ഥനയുടെ ദൈർഘ്യം 24 മണിക്കൂറാണ്. കഴിഞ്ഞ ദിവസം മറ്റൊരു വ്യക്തി എന്നോട് സംസാരിക്കുകയുണ്ടായി. അവരൊരു പ്രാർത്ഥന ശുശ്രൂഷ നടത്തുന്ന, ഇവിടുത്തെ ഒരു നാട്ടിലൊക്കെ ഉള്ളൊരു പ്രാർത്ഥന ശുശ്രൂഷ പോകുന്ന വ്യക്തിയാണ്. അവരുടെ ഒരു പഠിപ്പിലെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഉപവസിക്കാൻ വേണ്ട, എന്തിനാ പട്ടിണി ഇരുന്ന് പ്രാർത്ഥിക്കേണ്ട ആവശ്യം? പട്ടിണി ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടൊരു കാര്യവും ഇല്ല. പട്ടിണി ഇല്ലാതെ വല്ലതും കഴിച്ചുകൊണ്ട് ശരിക്കും പ്രാർത്ഥിക്കണം, അതാണ് ആവശ്യം. അപ്പോൾ ഇങ്ങനെ പലവിധമായ പഠിപ്പിക്കലുകളും പലവിധങ്ങളായ തലങ്ങളിലാണ് ഉപവാസങ്ങൾ നടക്കുന്നത്. നമ്മെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ പുനഃപരിശോധന നടത്തുവാനും ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ കുറവുകൾ ഏറ്റുപറഞ്ഞ് പുതിയ സൃഷ്ടികളായി പുതിയ അനുഭവങ്ങളിലേക്ക് പോകുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ പുതുക്കപ്പെടുവാൻ ഉള്ള ഒരു വലിയ അവസരമാണ് ഉപവാസ പ്രാർത്ഥന. ഉപവാസ പ്രാർത്ഥനകളിലൂടെ നാം
ദൈവിക കൃപകൾ കൂടുതലായി പ്രാപിച്ച് മുൻപേറുവാനുള്ള, ദൈവത്തിൻ്റെ ശുശ്രൂഷയിൽ വളരുവാനുള്ള, ദൈവനാമ മഹത്വത്തിനായിട്ട് പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങൾ ആണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഒരു ഉപവാസ പ്രാർത്ഥനയിലേക്ക് കടന്നു വരുമ്പോൾ നാം ദൈവത്തിൻ്റെ സന്നിധിയിലാണ് കടന്നു വരുന്നതെന്നുള്ളത് ഒരു ബോധം എല്ലാവർക്കും ഉണ്ടാകണം. അത് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. നമ്മെ സംബന്ധിച്ച് ഉപവാസ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ആ ഉപവാസ പ്രാർത്ഥനയ്ക്ക് അതിൻ്റേതായിട്ടൊരു ചിട്ടയുണ്ട്. We have come to the presence of God. So, there's a certain discipline for coming into the presence of God. അത് നാം ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ ആ ദൈവത്തോടുള്ള ആദരവും ബഹുമാനവുമാണ്. നാം അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടേതായിട്ടുള്ള വ്യക്തിപരമായ കാര്യങ്ങളിൽ നാം ആ അച്ചടക്കം പരിപാലിക്കുവാൻ വളരെയേറെ പരിശ്രമിക്കുന്നവരാണ്. എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ പലപ്പോഴും ആ അച്ചടക്കം നമുക്ക് കാണിക്കുവാൻ കഴിയുന്നില്ല. അത് തീർച്ചയായിട്ടും അനുഗ്രഹപ്രദമായ ഒരു കാര്യമല്ല. അനുഗ്രഹം ഞാൻ പറയുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ തീക്ഷ്ണതയോടെ കടന്നു വരുന്ന ഒരു വ്യക്തിക്ക് ഒരു ഉപവാസം പ്രഖ്യാപിക്കുമ്പോൾ ആ ഉപവാസം പ്രഖ്യാപിക്കുന്ന സമയം മുതൽ ആ ഉപവാസം ഉണ്ടാകണം എന്നുള്ള നിർബന്ധമാണ്. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കുകയാണ്. അനേകർ പലവിധ അപ്പോയിൻമെൻറ്റ്സ് കീപ്പ് ചെയ്യാറുണ്ട്. ഒരു കല്യാണത്തിന് പോകുന്നു. കല്യാണം 10 മണിക്കാണെങ്കിൽ 9:45 പള്ളിയിൽ ചെല്ലാൻ നിർബന്ധമാണ്, വളരെ നിർബന്ധമാണ്. ഞാനിപ്പം നമ്മുടെ തന്നെ ആൾക്കാരുടെ എത്ര പേരെ കല്യാണത്തിന് ഇപ്പം പോയി, കല്യാണ ഉറപ്പിനും കല്യാണത്തിനൊക്കെ പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ കൃത്യസമയം എന്ന് പറയുന്നതിന് ഒരു 15 മിനിറ്റ് മുക്കെങ്കിലും പള്ളിയിൽ ചെന്നിരിക്കണം. കാരണം കല്യാണം എത്ര മണിക്കാണ് പറഞ്ഞിരിക്കുന്നത്? 10 മണിക്കാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നമ്മുടെ കാര്യങ്ങളിൽ നമ്മുടെ ചടങ്ങുകൾ ഭംഗിയാകണമെന്ന് വളരെയേറെ നിർബന്ധമുണ്ട്. എന്നാൽ ആ തീഷ്ണതയും ആ കൃത്യതയും ദൈവത്തിൻ്റെ സന്നിധിയിൽ പാലിക്കുവാൻ നാം ഒരിക്കലും ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് എൻ്റെ വാസ്തവം. മനഃപൂർവ്വമല്ല, വന്നു പോയി, അല്ലെ ട്രാഫിക്കായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. പക്ഷെ അതല്ല, ട്രാഫിക്ക് ഉണ്ട് അല്ലെങ്കിൽ ഉണ്ടാകാം എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ആ ട്രാഫിക്കിൽ പെടുവാനിടയാകാതെ വന്ന് നമ്മൾ കാര്യങ്ങൾ നടത്തി കൊടുക്കണം. ദൈവസന്നിധിയിലേക്ക് നാം കടന്നു വരുമ്പോൾ ദറ്റ് പങ്ക്ച്വാലിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആ തീഷ്ണത വളരെ ഞാനീ പറയുന്നത് നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കാനാണ് കടന്നു വരുന്നത്. അപ്പോൾ ദൈവത്തെ ആ ഭയത്തോടും ഭക്തിയോടും നാം കാണണം. നാം ദൈവത്തെ ആ രീതിയിൽ നാം സ്വീകരിക്കണം. യാദൃച്ഛികമായിട്ടുള്ളൊരു കാര്യമായിട്ട് അത് ചിന്തിക്കരുത്. അതുകൊണ്ട് എപ്പോഴും ആ തീഷ്ണത ദൈവം അത് വളരെയേറെ വില കൽപ്പിക്കുന്ന ഒരു കാര്യമാണ്. ദൈവത്തിൻ്റെ സന്നിധിയിലെ തീഷ്ണത, ദൈവത്തോടുള്ള തീഷ്ണത, ദൈവത്തിനോടുള്ള സ്നേഹത്തിൻ്റെ തീവ്രത, ഇതൊക്കെ വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും ദൈവം നോക്കുന്ന കാര്യങ്ങളാണ്. അവിടെ ഒരിക്കലും നമുക്കൊരു വീഴ്ച വരാൻ പറ്റുകയില്ല, വീഴ്ച വരാൻ ഇടയാകരുത്. പിന്നെ യാദൃച്ഛികമായി എന്തെല്ലാം സംഭവങ്ങളുണ്ടായി, ഏതെങ്കിലും സംഭവങ്ങളുണ്ടായി നമ്മുടേതായിട്ടുള്ള യാത്രയ്ക്ക് ഭംഗം, അതൊക്കെ വേറെ കാര്യങ്ങളാണ്. പക്ഷേ പൊതുവായി നാം എപ്പോഴും ആ തീഷ്ണത പാലിക്കുവാൻ തക്കവണ്ണം ശ്രമിക്കണം എന്ന് നിങ്ങളുടെ സ്നേഹത്തോടെ ഞാൻ ഓർപ്പിക്കുകയാണ്. ഇതെന്നല്ല, ദൈവത്തിൻ്റെ സ്ഥലം ഏതാരാധന, ഇവിടെ ഉപവാസം എന്നുള്ളതല്ല, പള്ളിയിൽ പോയാലും ഏത് സംഗതിക്കായിരുന്നു. ഒരു ഉപവാസ പ്രാർത്ഥനയിലേക്ക് കടന്നു വരുമ്പോൾ ഒന്നാമതായിട്ട് നമുക്കുണ്ടാകേണ്ടത് നമ്മെ തന്നെ അവലോകനം ചെയ്യുക എന്നുള്ളതാണ്. We have to examine ourselves, how we are. Since the last fasting prayers, so many weeks and months have gone by. Not much, but 3-4 months. How exactly is your relationship with God? ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം എങ്ങനെയാണ്?
പുതിയ വർഷം പുതിയ തീരുമാനങ്ങളോടുകൂടി നാം പ്രവേശിച്ചവരാണ്. അപ്പോൾ അപ്രകാരമുള്ള തീരുമാനങ്ങളോടുകൂടി പുതിയ വർഷത്തിൽ അതിൻ്റെ 1/3 കടന്നുപോയി. നമ്മൾ 4-ാം മാസത്തിലാണ്. എത്രമാത്രം നമുക്കതിനോട് നീതി കാണിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ദൈവത്തിൻ്റെ സന്നിധിയിൽ എടുത്ത തീരുമാനങ്ങൾ പ്രാവർത്തികമാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്രകാരം ഒരു പരിശോധന ആവശ്യമായിരിക്കുന്നത് നമ്മൾ തന്നെയാണ്, നമുക്ക് തന്നെയാണ്. കാരണം ഇത് മറ്റൊരാൾ പരിശോധിച്ച് പറയേണ്ട കാര്യമല്ല. നമുക്ക് തന്നെയാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു പരിശോധന നടത്തേണ്ടത്. എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ എനിക്ക് വളരുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? എനിക്ക് മുൻപോട്ട് പോകുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? എവിടെയെങ്കിലും എനിക്ക് പരാജയം സംഭവിച്ചിട്ടുണ്ടോ? ഞാൻ തളർന്നു പോകുന്ന സാഹചര്യങ്ങൾ സംജാതമായിട്ടുണ്ടോ? ഇവയൊക്കെ നാം തന്നെ പരിശോധിക്കേണ്ട ഒരു വലിയ വേദിയാണ് ഉപവാസ പ്രാർത്ഥന. അപ്പോൾ അപ്രകാരം നാം തന്നെ പരിശോധിച്ച് നാം തന്നെ മറുപടി കണ്ടുപിടിച്ച് മുൻപോട്ട് പോയിട്ട് പുതിയ തീരുമാനങ്ങളോടെ നമ്മുടെ കുറവുകളാണെന്ന് മനസ്സിലാക്കി പോയിട്ടാണ് ദൈവത്തിൻ്റെ സ്ഥലത്ത് നിന്ന് ദൈവിക കൃപകളും അനുഗ്രഹങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ കഴിയുന്നത്. അതാണ് സങ്കീർത്തനക്കാരൻ 139-ാം സങ്കീർത്തനം 23-24 വാക്യങ്ങളിൽ പറയുന്നത്. Psalms 139 verse 23 and 24. ദൈവമേ എന്നെ പരിശോധിച്ച് എന്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ച് എന്റെ നിലവുകൾ അറിയണമേ. ദുഷ്ടതയുടെ വഴി എന്നിൽ ഉണ്ടോ എന്ന് നോക്കി ശാശ്വതമായ വഴിയിൽ എന്നെ നടത്തണമേ. Search me, O God, and know my heart. Try me, and know my anxieties. And see if there is any wicked way in me. And lead me in the way everlasting. അപ്പോൾ ഇവിടെ ദാവീദ് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ എന്നെ പരിശോധിച്ച് എൻ്റെ ഹൃദയത്തെ അറിയണമേ. എൻ്റെ ഹൃദയത്തിൽ ഞാൻ മറന്നുപോയതായ കുറവുകളും ബലഹീനതകളും ഉണ്ടെങ്കിൽ മനഃപൂർവ്വമായിട്ടല്ല, പക്ഷേ ഈ ജീവിത യാത്രയിൽ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ, ഞാൻ ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്ത് ഞാൻ മുൻപോട്ട് പോകുന്ന അവസ്ഥയിലാണെങ്കിൽ, അത് എൻ്റെ ബുദ്ധിക്ക് മറിഞ്ഞിരിക്കുകയാണെങ്കിൽ, ദൈവം എൻ്റെ ഹൃദയത്തെ പരിശോധിക്കണം, എൻ്റെ നിലവുകൾ അറിയണം. എന്നിൽ എന്തെങ്കിലും ദുഷ്ടത വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിച്ച് എന്നെ ശാശ്വത മാർഗത്തിലേക്ക് നയിക്കണം. ദാവീദ് പ്രാർത്ഥിക്കുകയാണ്. അതിന് കാരണമുണ്ട്. നാം മറന്നാലും ദൈവത്തോട് പറഞ്ഞ കാര്യം നാം ഓർക്കുന്നില്ല എങ്കിലും നമ്മെക്കുറിച്ച് ദൈവത്തിന് നല്ല ബോധ്യമുണ്ട്. കാരണം 2-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ അവനെ പൂർണ്ണമായി മനസ്സിലാക്കുന്ന ഒരു ദൈവത്തിൻ്റെ സന്നിധിയിലാണ് അവൻ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുവാൻ കഴിയും. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എന്റെ നിരൂപണം നീ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നു. അപ്പോൾ ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ദിവസത്തെ എല്ലാ പരിപാടികളും അവൻ അറിയുന്നു. മാത്രമല്ല നമ്മുടെ നിരൂപണങ്ങൾ, നമ്മുടെ ചിന്തകൾ അവൻ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നു. അത് മാത്രമല്ല എന്റെ നടപ്പും എന്റെ കിടപ്പും നീ ശോധന ചെയ്യുന്നു. എന്റെ വഴികളെയൊക്കെ നിനക്ക് മനസ്സിലായിരിക്കുന്നു. അപ്പോൾ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നടക്കുന്നതും കിടക്കുന്നതും വ്യക്തമായി കാണുന്ന മനസ്സിലാക്കുന്ന ഒരു ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ദാവീദ് നിൽക്കുന്നത്. അപ്പോൾ അവൻ്റെ എല്ലാ കാര്യങ്ങളും ദൈവത്തിനറിയാം. നിന്നെ ഓടിച്ചാൽ എവിടെ പോകുമെന്നാണ് ചോദിക്കുന്നത്. എവിടെ ചെന്നാലും നീ അവിടെ എല്ലാം ഉണ്ട്. അപ്പോൾ നിന്നെ മറച്ച് എനിക്കൊരു കാര്യവും ചെയ്യുവാൻ ഒക്കുകയില്ല. ദൈവത്തെ മറച്ച് അവൻ പ്രവർത്തിച്ചിട്ടുണ്ട്.
അപ്പോൾ ദൈവം അറിയില്ലെന്ന് ധരിച്ചിട്ടുണ്ട്. എന്നാൽ അതൊക്കെയും പകൽ പോലെ ദൈവം വെളിച്ചത്ത് വരുത്തി അവനെ ആ പാപത്തിൽ അവനെ പിടിച്ച് അവനെ ശിക്ഷിച്ച് അവൻ്റേതായിട്ടുള്ള അവസ്ഥകളൊക്കെ അവനറിയാം. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, എൻ്റെ സർവ്വകാര്യങ്ങളും നിനക്കറിയാം. ഇരിക്കുന്നത് നിനക്കറിയാം, എഴുന്നേൽക്കുന്നത് നിനക്കറിയാം, കിടക്കുന്നത് നീ അറിയുന്നു, പിന്നെ നടക്കുന്നത് നീ അറിയുന്നു, എൻ്റെ നിരൂപണങ്ങളൊക്കെ നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു, നിനക്ക് മറവായിരിക്കുന്നത് ഒന്നുമില്ല. അതുകൊണ്ടാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്, എൻ്റെ ഹൃദയത്തെ ശോധന ചെയ്യണം. എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ ബാക്കിയുണ്ടെങ്കിൽ നീ കാണണം. എന്തെങ്കിലും ദുഷ്ടത എൻ്റെ ദൈവത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കണം. അപ്പോൾ സ്വയമായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് ശുദ്ധീകരണം പ്രാപിക്കുന്ന ദാവീദിനെയാണ് നമ്മളിവിടെ കാണുന്നത്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഈ ശുദ്ധീകരണമാണ് ആവശ്യമായിരിക്കുന്നത്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വന്നു പോകുന്ന അനേകമായ ബലഹീനതകൾ, ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന അവസ്ഥകൾ, ദൈവം നമ്മെ ഫലമേൽപ്പിച്ചതിൽ പരാജയപ്പെട്ടു പോകുന്ന കാര്യങ്ങൾ, ഇവയൊക്കെയും ശാന്തമായിട്ട് ചിന്തിക്കുവാൻ പലപ്പോഴും നമുക്ക് കഴിയാറില്ല. എന്നാൽ ഒരു ഉപവാസ പ്രാർത്ഥനയിലേക്ക് നാം കടന്നു വന്നിരിക്കുമ്പോൾ ദാവീദിനെ പോലെ നമുക്ക് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. എൻ്റെ വീഴ്ചകൾ എവിടെയാണ്? എൻ്റെ നിലവുകൾ നീ പരിശോധിക്കണം. ഞാൻ ഉപവാസ പ്രാർത്ഥന വന്നിരിക്കുമ്പോഴും എൻ്റെ ചിന്ത എവിടെയാണ്? വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നിരിക്കുമ്പോൾ എത്രമാത്രം ഏകാഗ്രമാണ് നീ പരിശോധിക്കണം. എന്നിട്ട് അവയെ തിരുത്തുവാനുള്ള കൃപ, എൻ്റെ ദുഷ്ടത എല്ലാം നീ അറിയുന്നു, അത് തിരുത്തുവാൻ തക്കവണ്ണം കഴിയണം. കാരണം യിരെമ്യാ പ്രവചനം 17-ാം അധ്യായം 10-ാം വാക്യത്തിൽ ദൈവം പറയുന്നുണ്ട്, യഹോവയായ ഞാൻ ഹൃദയത്തെ പരിശോധിക്കുന്നു, ഞാൻ അന്തരംഗങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തരും അവനവന്റെ വഴികൾക്കും പ്രവൃത്തികളുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കുന്നു. I the Lord search the heart. I test the mind. Even to give every man according to his ways, according to the fruit of his doings. So യഹോവയെ ഞാൻ ഹൃദയത്തെ പരിശോധിക്കുന്നു. ദൈവം നോക്കുന്നത് ബാഹ്യമായ ചടങ്ങുകളോ ബാഹ്യമായി നടത്തപ്പെടുന്ന ആഘോഷങ്ങളോ ഒന്നുമല്ല. ദൈവം നോക്കുന്നത് ഹൃദയങ്ങളെയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. എൻ്റെയും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വിശുദ്ധി നഷ്ടപ്പെടുമ്പോൾ, പരമാർത്ഥത നഷ്ടപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ കൃപ ചോർന്നു. അറിയാം, അനേകർ വരുന്നു, അവരുടെ അവസ്ഥകളെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്ന ആരും എന്നോട് പറഞ്ഞിട്ടല്ല, അവരവരുടെ അനുഭവം. നിന്റെ ദൈവകൃപ കുറഞ്ഞു പോകുമ്പോൾ നീ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്. നിന്റെ സമാധാനം നഷ്ടപ്പെടും. നീ പ്രതീക്ഷിക്കാത്ത അടുത്തുനിന്നുള്ള തിരിച്ചടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിൻ്റെ കാരണം എന്നറിയാമോ? ദൈവത്തിൻ്റെ കൃപ കുറഞ്ഞു പോവുകയാണ്. അത് മനസ്സിലാക്കുവാനുള്ള കൃപ നിങ്ങൾക്കില്ല. എൻ്റെയും നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപ ചോർന്നു പോകുമ്പോൾ ആ ചോർച്ച നമ്മുടെ ജീവിതങ്ങളെ വല്ലാതെ ബാധിക്കും. ദൈവകൃപയിൽ തീക്ഷ്ണത പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയുടെ തീക്ഷ്ണതയുടെ അളവ് കുറയുമ്പോൾ അതിൻ്റെ അർത്ഥം അവൻ്റെ പരിശുദ്ധാത്മാവ് കുറഞ്ഞുപോയി എന്നാണ്. ഒരു ദൈവ പൈതലിന് യാതൊരു വിധത്തിലുള്ള സ്വാധീനങ്ങളും അവൻ്റെ ആത്മീയ യാത്രയെ തടസ്സപ്പെടുത്തരുത്. ഹൃദയത്തെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. എസെക്കിയേൽ പ്രവചനത്തിൽ പറയുന്നുണ്ട്, അവർ നിൻ്റെ മുൻപിൽ സന്തോഷത്തോടെ വന്നിരിക്കുകയാണ്. നീ പറയുന്നതൊക്കെ വളരെ മനോഹരമായ ഗാനം കേൾക്കുന്നത് പോലെ കേട്ടിരിക്കുകയാണ്. പക്ഷെ അവരുടെ ഹൃദയം നിന്നെ വിട്ട് വളരെ ദൂരത്താണ്. നല്ലതുപോലെ അച്ചടക്കത്തിൽ വന്നിരിക്കുകയാണ്. കാരണം ദൈവമാണ് ഹൃദയങ്ങളെയും ഹൃദയ ഇന്ദ്രിയങ്ങളെയും പരിശോധിക്കുന്നത്.
നമ്മുടെ പ്രാർത്ഥനകൾ അത് എങ്ങനെയാണ് നാം അർപ്പിക്കുന്നതെന്ന് ദൈവമാണ് പരിശോധിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളുടെ നൈർമല്യം വളരെ പ്രധാനപ്പെട്ടതാണ് ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ. ബാഹ്യമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണുകയും കേൾക്കുകയും ചെയ്യാൻ പറയാൻ പറ്റും. പക്ഷെ ഒരുവൻ്റെ ദൈവസന്നിധിയിലുള്ള പ്രാഗൽഭ്യം, അതിൻ്റെ അടിസ്ഥാനം എന്തെന്ന് ചോദിച്ചാൽ അതവൻ്റെ ഹൃദയത്തിൻ്റെ പരമാർത്ഥതയാണ്. The holiness of your heart, the purity of a heart is what God values. You may think you are very intelligent. You see, God doesn't see things. You can fool, brother. But how stupid you are. How is it possible? Many a time, many people think that, God can be just fooled or tricked. He can never be done that way. What is most important is that you have to stand holy before the Lord. He looks at your heart. That's the most important thing. And only when you are upright before Him, only then can you go forward with His graces and gifts. ഹൃദയത്തിൻ്റെ പരിശുദ്ധി വളരെ പ്രധാനമാണ്, പരമപ്രധാനമാണ്. നമ്മുടെ മനസ്സിലൊരു ചിന്തയും പുറമെ വേറൊരു ഭാവവും മധുരതരമായ സംസാരങ്ങളും കൊണ്ടൊന്നും ദൈവത്തെ കബളിപ്പിക്കുവാനായിട്ട് സാധ്യമല്ല. ദൈവം ഹൃദയത്തെയാണ് നോക്കുന്നത്. കാരണം യിരെമ്യ പ്രവചനത്തിൽ തന്നെ പറയുന്നുണ്ട്, 17-ാം അധ്യായത്തിന് 9-ാം വാക്യം, ഹൃദയം എല്ലാറ്റിനേക്കാളും കാപട്യവും ദുഷ്ടതയും ഉള്ളതാകുന്നു. കാപട്യവും ദുഷ്ടതയും ഉള്ളതാണ്. അത് ആരാഞ്ഞറിയുന്നവനാര്? അത് ആരാഞ്ഞറിയുന്നവനാര്? The heart is deceitful above all things and desperately wicked. Who can know it? You think your small things can never be known by God. Your smartness, your over smartness cannot be caught by God. It is wicked. And the next verse he says, 10. I the Lord searches the heart. I test the mind. I test your mind. Even to give every man according to his ways. According to the fruit of his doing. ഓരോ മനുഷ്യനും അവൻ്റെ പ്രവൃത്തിക്ക് ഒത്തവണ്ണം തരും. ആ പ്രവൃത്തിയുടേതായിട്ടുള്ള അളവ് ദൈവം കാണുന്നത് നിന്റെ ഹൃദയത്തെ നോക്കിക്കൊണ്ടാണ്. നിന്റെ ഹൃദയം എങ്ങനെയാണ്? നിന്റെ ഹൃദയത്തിൽ എത്രമാത്രം വിശുദ്ധിയുണ്ട്? നീ എത്രമാത്രം പരമാർത്ഥതയോടാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുന്നത്? ഏത് വികാരത്തോടെയാണ് വന്നിരിക്കുന്നത്? നിന്റെ നിരൂപണങ്ങളെ അവൻ ദൂരത്ത് നിന്ന് മനസ്സിലാക്കുവാൻ കഴിയും. അതുകൊണ്ടാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്, നിർമ്മലമായൊരു ഹൃദയം സൃഷ്ടിക്കണം. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിന്റെ തിരുമുമ്പിൽ ഞാൻ തിന്മ ചെയ്തു. അവൻ്റെ നിർമ്മലമായ ഹൃദയം കണ്ടാണ് ദൈവം അവനെ തിരഞ്ഞെടുത്തത്. എന്നാൽ ഇന്ന് 40 വർഷത്തിന് ശേഷം അവൻ്റെ ഹൃദയത്തിൻ്റെ നൈർമല്യം നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് നിലവിളിക്കുന്നത്, ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നെ സൃഷ്ടിക്കണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ നിർമ്മലമായ ഹൃദയത്തോടെ നിൽക്കുകയാണെങ്കിൽ നിനക്ക് ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. You should have an upright heart before God. You don't have to be afraid of anybody. Yes, people may say so many things. They may plan so many things against you. They may speak evil about you. They may plan things against you. But you don't have to bother about it. As far as your heart is upright before God. നിന്നെക്കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞേക്കാം, മറ്റ് പല കാര്യങ്ങൾ നിന്നെക്കുറിച്ച് ചിന്തിച്ചേക്കാം, പല കാര്യങ്ങൾ നിനക്കെതിരെ ഗൂഢാലോചന നടത്തിയേക്കാം. അതിനെക്കുറിച്ച് നിനക്ക് ഭയപ്പെട്ട കാര്യമില്ല. നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ പരമാർത്ഥതയുള്ളതായിരിക്കണം. ഇന്ന് അനേകർക്ക് പറ്റുന്ന പ്രശ്നം ഈ പരമാർത്ഥത ചോർന്നു പോകും. ദൈവകൃപയിൽ മുൻപോട്ട് പോകുമ്പോൾ ലോകത്തിൻ്റേതായിട്ടുള്ള സമ്മർദ്ദങ്ങളിലും ലോകത്തിൻ്റേതായിട്ടുള്ള മറ്റ് പലവിധ പ്രശ്ന പ്രതിസന്ധികളിൽ ദൈവകൃപ വിട്ടുപോകുവാനുള്ള സാഹചര്യം, ദൈവകൃപയ്ക്ക് വിപരീതമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കേണ്ട അവസ്ഥ പിശാച് സൃഷ്ടിക്കും. അവിടെ
ദൈവത്തിൻ്റെ പരിശുദ്ധമായി നയിക്കപ്പെടുന്ന ഓരോരുത്തരും ദൈവത്തിൽ മുറുകെ പിടിച്ച് മുൻപോട്ട് പോകണം. ബുദ്ധിയുടെ പ്രമാണവും ലോകത്തിൻ്റെ പ്രതികാരവും വന്നു പോയെങ്കിൽ നമ്മുടേതായിട്ടുള്ള ദൈവകൃപ ചോർന്നു പോകും. അതുകൊണ്ട് ഹൃദയങ്ങളെയും ഹൃദയ ഇന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം വന്നിരിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൻ്റേതായിട്ടുള്ള ആ നൈർമല്യം വീണ്ടെടുത്ത് നമ്മെ തന്നെ ഒന്ന് പരിശോധിച്ച് എവിടെയാണ് നമുക്ക് വീഴ്ചകൾ വന്നു പോകുന്നത്, എവിടെയാണ് നാം ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത്. നാം മനഃപൂർവ്വമായിട്ടല്ല, സാഹചര്യങ്ങളുടേതായിട്ടുള്ള പശ്ചാത്തലങ്ങളിൽ നമുക്ക് എവിടെയാണ് പാകപ്പിഴകൾ വന്നു പോകുന്നത് പരിശോധിക്കണം. എന്നിട്ട് ദൈവത്തോട് പറയണം. ദാവീദിനെ പോലെ നിലവിളിക്കണം. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് നിൻ്റെ ആത്മാവിനെ എന്നിൽ സ്ഥിരമാക്കണം. അതുകൊണ്ട് കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ചില നിമിഷങ്ങൾ നമുക്ക് സ്വയം ഒന്ന് ചിന്തിക്കുവാൻ, ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ തരികയാണ്. നാം സ്വയം പരിശോധിച്ച് നാം ഒരു ഉപവാസ പ്രാർത്ഥനയിലേക്ക് കടന്നു വന്നിരിക്കുന്നത് ദൈവിക കൃപകൾ പ്രാപിക്കുവാനാണ്. You have come to a fasting prayer to receive blessings from God, and blessings is a gift of the Holy Spirit. But you must remember, it's Holy Spirit. Holy Spirit can never dwell in any heart that is not holy. You see? So unless and until your heart is clean and unless and until it is holy before God, however you pray, whatever you pray, you can have no experience of the Holy Spirit. He can never come unto you. That's a simple fact. So absolutely, you may fast for any number of days. But if your heart is not upright before God, you are not going to gain anything in the fasting prayer. നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശുദ്ധിയുള്ളതായി തീരാതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ പരിവർത്തിക്കുകയില്ല. പ്രാർത്ഥിക്കാം, എത്ര വേണമെങ്കിലും പ്രാർത്ഥിക്കാം. പക്ഷേങ്കിൽ പരിശുദ്ധാത്മാവിൻ്റേതായിട്ടുള്ള നിറവ് പ്രാപിക്കുവാൻ കഴിയണമെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ കൃപകളും കൃപാവരങ്ങളും പ്രാപിക്കുവാൻ കഴിയണമെങ്കിൽ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശുദ്ധിയോടെ കടന്നു വരണം. നമ്മുടെ ഹൃദയം വിശുദ്ധിയുള്ളതായി തീരണം. കഴിഞ്ഞ കാലത്തിൻ്റെ വൈരാഗ്യങ്ങളും മ്ലേച്ഛതകളും ചിന്തകളും എന്ന് വേണ്ട ഓരോ ഹൃദയങ്ങളും എങ്ങനെയാണെന്നുള്ളത് ദൈവം മാത്രം അറിയുന്നു. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്വയം സമർപ്പിച്ച്, ദൈവമേ എന്നെ നന്നായി കഴുകണമെന്ന് ദാവീദിനെ പോലെ പ്രാർത്ഥിച്ച് വിശുദ്ധിയോടെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് കടന്നു വരാം. ഈ ഉപവാസ പ്രാർത്ഥനയുടെ ആരംഭം തന്നെ കുറിക്കുന്നത് വിശുദ്ധിയോടെ ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോഴാണ്. ആ ഹൃദയത്തിലുള്ള വിശുദ്ധി ഉണ്ടാകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓരോരുത്തരും പരിവർത്തിക്കട്ടെ. നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കുവാൻ ദാവീദിനെ പോലെ പ്രാർത്ഥിക്കാം. നമ്മുടെ നിലവുകൾ എങ്ങനെയാണെന്ന് പരിശോധിക്കുവാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ബോധ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ കുറവുകൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഒരു പുതിയ അധ്യായ ജീവിതത്തിൽ കുറിക്കുവാൻ, മാറ്റങ്ങളുടേതായിട്ടുള്ള വ്യത്യസ്ത ചിന്താഗതിക്കായിട്ടുള്ള ഒരു പാത വെട്ടി തുറക്കുവാൻ തക്കതിനൊന്നും നമ്മുടെ പുതിയ ഹൃദയം മുഖാന്തരമായി തീരണം. കല്ലായ ഹൃദയങ്ങളെ മാംസങ്ങളാക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് കല്ലായിരിക്കുന്ന ഹൃദയങ്ങളുമായിട്ട് ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ, പാപത്തിൻ്റേതായിട്ടുള്ള അവസ്ഥയിൽ കല്ലായി പോയിരിക്കുന്ന ഹൃദയങ്ങളുണ്ടെങ്കിൽ അതിനെ മാംസളാക്കാൻ പ്രാർത്ഥിക്കണം. കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ കുറവുകൾ വെളിപ്പെടുത്തുവാൻ പ്രാർത്ഥിക്കണം. എന്നിട്ട് ദൈവത്തോട് ഒരു പുതിയ ഹൃദയത്തിന് വേണ്ടി, നൈർമല്യമുള്ള ഹൃദയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം.